വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി 1 ഓഗസ്റ്റ് 2023 നടന്നിട്ടുള്ള ഇംഗ്ലീഷ് പാർട്ട് 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ്. സോ ആദ്യം ക്വസ്റ്റ്യൻസ് 121 to 126 ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കിക്കേ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് വിത്ത് ദി ഓപ്ഷൻസ് ഗിവൺ. അപ്പോൾ പാസേജ് വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാസേജ് തന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കുക, എന്നിട്ട് പാസേജ് വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ പാസേജ് വായിക്കുമ്പോൾ നമ്മൾ എന്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തിലേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഓക്കെ. Pick out the sentence which is not true according to the passage. Alex and Peter are brothers. Alex attacks Peter always. Alex engages in games of his own. Peter is much concerned about Alex. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അലക്സും പീറ്ററും തമ്മിലുള്ള എന്തോ ഒരു കാര്യമാണ് നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. According to Peter, what are the two perfectly normal things to do for amusement? അപ്പോൾ ഇവിടെ പീറ്ററിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഗോ ഫോർ അലിഗേറ്റർ റെസ്ലിംഗ് ആൻഡ് ബുൾ ഫൈറ്റിംഗ്, പ്ലേ എ വീഡിയോ ഗെയിം ആൻഡ് ടെക്സ്റ്റ് യുവർ ഫ്രണ്ട്സ്, പ്ലേ പാഡൽ ബോൾ ആൻഡ് സ്റ്റാൻഡ് വൺസ് ഹെഡ്, ഡൂയിങ് ടൈറ്റ് റോപ്പ് വാക്കിംഗ് ആൻഡ് അതർ ഫാർ-ഫെച്ച്ഡ് തിങ്സ്. പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഡിസ്ക്രൈബ്സ് അലക്സ്. അടുത്ത് അലക്സിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ഓൺ ദ കോൺട്രറി, ഐ എം ബീയിങ് ലീനിയൻറ്റ്. ഇവിടെ ലീനിയൻറ്റ് എന്ന് പറയുന്ന വാക്കിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാസേജ് വായിക്കുമ്പോൾ ഈ ടേംസ്, നമ്മൾ ഈ നോക്കിയ കീ ടേംസ് എവിടെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ടു അമ്യൂസ് ഹിംസെൽഫ്, അലക്സ് ലൈക്സ് ടു. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി അലക്സിനെയും പീറ്ററിനെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. വാട്ട് ആർ ദി തോട്ട്സ് ദാറ്റ് കൺസേൺ പീറ്റർ റിഗാർഡിങ് അലക്സ്? ഇറ്റ് സീംസ് ലൈക്ക് ദേ ആർ ബ്രദേഴ്സ്. നമുക്ക് നോക്കാം. നമ്മൾ ഇനി തിരിച്ച് പാസേജിലേക്ക് പോവാണ്. ഓക്കെ. മൈ ബ്രദർ അലക്സ്. സോ അലക്സ് ആൻഡ് പീറ്റർ പ്രോബ്ലി ബ്രദേഴ്സ് ആയിരിക്കാം കേട്ടോ. മൈ ബ്രദർ അലക്സ് ഇസ് ജനറലി കൺസിഡേർഡ് ടു ബി a reliable, clever, thoughtful fellow. I say generally because of the things like what he's doing right now. Picture this and you'll understand. So this is the first paragraph. So this first paragraph introduces Alex. And Alex's characteristic features ആണ് പറയുന്നത്. ഇവിടെ പീറ്റർ ആണോ ഈ മൈ എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം ആരാണ് അലക്സ് എൻ്റെ ബ്രദർ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് അലക്സിനെ പറ്റിയിട്ടുള്ള ഒരു പിക്ചറാണ് കിട്ടുന്നത്. അലക്സ് റിലയബിൾ ആണ്, ക്ലെവർ ആണ്, തോട്ട്ഫുൾ ആണ്. ഓക്കെ. ആൻഡ് ജനറലി എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ താഴെ പറയുന്ന കാര്യം വായിക്കുമ്പോൾ മനസ്സിലാകും എന്നാണ് ഈ ഒരു നമ്മുടെ നരേറ്റർ പറയുന്നത്. വൈൽ ഐ പീറ്റർ. സോ നമുക്ക് മനസ്സിലായി പീറ്റർ ആണ് നരേറ്റർ. സോ പീറ്റർ ആരാണ്? അലക്സിൻ്റെ ബ്രദറാണ് അല്ലേ? While I sit here playing a video game and texting my friends, two perfectly normal things to be doing for amusement. So amusement എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഓൾറെഡി കണ്ടു നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ പീറ്റർ എന്തൊക്കെ രണ്ട് കാര്യങ്ങളാണ് അമ്യൂസ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നത്? ടെക്സ്റ്റിംഗ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് പ്ലേയിങ് എ വീഡിയോ ഗെയിം. ഈ രണ്ട് കാര്യങ്ങളാണ് പീറ്റർ സാധാരണ ചെയ്യാറ്. വാട്ട് ഈസ് ഹീ ഓക്യുപ്പൈഡ് വിത്ത്? അപ്പോൾ പീറ്റർ വീഡിയോ ഗെയിം അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് അലക്സ് എന്താണ് ചെയ്യാറ്? അലക്സ് സ്റ്റാൻഡിങ് ദെയർ കൗണ്ടിങ് സോഫ്റ്റ്ലി ടു ഹിംസെൽഫ്. 79, 80, 81, 82. അപ്പോൾ അലക്സ് നമ്പേഴ്സ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ അമ്യൂസ്മെൻറ്റ്. നമ്മളൊക്കെ സാധാരണ ഇത് പീറ്ററിനെ പോലെ വീഡിയോ ഗെയിം കളിക്കുകയോ ടി വി കാണിക്കുകയോ ഫ്രണ്ട്സിനെ ടെക്സ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്, വിച്ച് അക്കോർഡിംഗ് ടു പീറ്റർ ഇസ് പെർഫെക്റ്റ്ലി നോർമൽ. അലക്സ് ഓൺ ദി അതർ ഹാൻഡ് എന്തോ നമ്പേഴ്സ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. While he repeatedly bats a rubber ball attached to an elastic string to a wooden paddle. അപ്പോൾ അലക്സ് എന്താണ് ചെയ്യാറ്? ഒരു വുഡൻ പാഡിൽ എടുത്തിട്ട് അതിൽ റബ്ബർ ബാൻഡ് ഫിക്സ് ചെയ്ത് അതിൽ തന്നെ ബോൾ വെച്ച് ഇങ്ങനെ ആട്ടി കളിക്കുകയാണ് ചെയ്യുന്നത്. ആര്? അലക്സ്. അപ്പോൾ ഇത് അലക്സ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ദിസ് ഇസ് നോൺസെൻസിക്കൽ ബിഹേവിയർ. അപ്പോൾ ഇവിടെ ഒരു കോൺട്രാസ്റ്റ് വന്നിരിക്കുകയാണ് അല്ലേ? പീറ്റർ ചെയ്യുന്നത് നോർമൽ ആണെന്നും അലക്സ് ചെയ്യുന്നത് നോൺസെൻസിക്കൽ ആണെന്നുമാണ് പീറ്റർ പറയുന്നത്. Isn't it
You might think I'm being too hard on Alex, as brothers sometimes can be to one another. അപ്പോൾ brothers ആവുമ്പോൾ brothers could be hard on one another എന്നാണ് ഇവിടെ പീറ്റർ പറയുന്നത്. On the contrary, I am being lenient. അടുത്ത കീ ടേം ആണ് ഐ എം ബീങ് ലീനിയൻറ്റ്. അതായത് ഞാൻ കുറച്ച് ലീനിയൻ്റ് അറിയാലോ, കുറച്ച് അയഞ്ഞാണ് സംസാരിക്കുന്നത്, ഞാൻ ആക്ച്വലി അത്ര ഹാർഡായിട്ടല്ല സംസാരിക്കുന്നതെന്നാണ് പീറ്റർ പറയുന്നത്. യു സീ, this time it's paddle ball batting, but the last time, and I refer to what happened just a few weeks ago, the challenge was standing on his head for as long as he could with a timer set up on the rug. അപ്പോൾ ഈ പീറ്റർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാഡിൽ വെച്ച് ബോൾ തട്ടുന്നത് ഒരു ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനു മുന്നേ കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഇതിലും എന്താ നോൺസെൻസിക്കൽ ആയിട്ടുള്ള കാര്യമാണെന്നാണ് പീറ്റർ പറയുന്നത്. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച അല്ല, ഫ്യൂ വീക്സ് അഗോ ചെയ്തത് എന്തായിരുന്നു? തലകുത്തി നിൽക്കുകയാണ് ചെയ്തത്. വാസ് സ്റ്റാൻഡിങ് ഓൺ ഹിസ് ഹെഡ് എന്ന് പറഞ്ഞാൽ തലകുത്തി നിൽക്കുക. ഒരു റഗ്ഗില്, ഒരു കാർപ്പറ്റിലെ ടൈമർ സെറ്റ് ചെയ്തിട്ട് എത്ര നേരം തലകുത്തി നിൽക്കാൻ പറ്റുമോ എന്നായിരുന്നു അലക്സ് നോക്കിയത്. അപ്പോൾ പീറ്റർ ഇൻഫാക്ട് വാസ് ആക്ച്വലി ബീങ് ലീനിയൻറ്റ്. Of course, he had to read it upside down, but I suppose he got better at it day by day. അപ്പോൾ എന്താ, ടൈമർ അപ്സൈഡ് ഡൗൺ ആയതുകൊണ്ട് അങ്ങനെയാണ് വായിക്കുന്നത്, അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് വായിക്കുന്നത്. പക്ഷെ വിത്ത് ടൈം ഹി ഗോട്ട് ബെറ്റർ അറ്റ് ഇറ്റ്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വരുന്നത്, അലക്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ സാധാരണ കുട്ടികളെ പോലത്തെ ഒരു സ്വഭാവമുള്ള ആളല്ല, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞു വരുന്നത്. മേ ബി ഹി ഷുഡ് ഹവ് പുട്ട് ദ ടൈമർ അപ്സൈഡ് ഡൗൺ ടു. അപ്പോൾ പീറ്റർ പറയാണ്, എന്നാൽ ടൈമറും കൂടി എന്തായാലും തലകുത്തി നിൽക്കുകയാണ്, അപ്പോൾ ടൈമറും കൂടി എന്നാൽ അപ്സൈഡ് ഡൗൺ ആക്കി വെക്കായിരുന്നു എന്ന്. ഫ്രാങ്ക്ലി ഐ എം ഗെറ്റിംഗ് എ ബിറ്റ് കൺസേൺഡ്. അപ്പോൾ എന്താ, പീറ്റർ ഇസ് കൺസേൺഡ് അബൌട്ട് അലക്സ്. വാട്ട് ഇഫ് വൺ ഓഫ് ഹിസ് സില്ലി പാൽസ് ഇൻട്രൊഡ്യൂസസ് ഹിം ടു അലിഗേറ്റർ റെസ്ലിംഗ് ഓർ ബുൾ ഫൈറ്റിംഗ്? അപ്പോൾ എന്താ, അലക്സ് എന്ന് പറയുന്നത് ഭയങ്കര ക്രേസി ആയിട്ട് ഉള്ള ഒരാളാണെന്നാണ് പീറ്റർ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങാനും അലക്സിൻ്റെ ഫ്രണ്ട്സ് വല്ല അലിഗേറ്റർ റെസ്ലിങ്ങിനോ ബുൾ ഫൈറ്റിങ്ങിനോ അലക്സിനെ കൊണ്ടുപോയാലോ അവൻ അതിനും പോകും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവനെന്നാണ് പീറ്റർ പറയുന്നത്. വാട്ട് ഇഫ് ഹി ഗെറ്റ്സ് ഇൻറ്റൈസ് ടു ടേക്ക് അപ്പ് ടൈറ്റ് റോപ്പ് വാക്കിംഗ് ഫ്രം ബിൽഡിംഗ് ടു ബിൽഡിംഗ്? അപ്പോൾ റോപ്പ് കെട്ടി ബിൽഡിംഗ് ടു ബിൽഡിംഗ് നടക്കാൻ വേണ്ടി പോയാലോ ഇനി എങ്ങാനും? ഐ ടെൽ യു, ഫോർ അലക്സ് ദീസ് ഐഡിയാസ് ആർ നോട്ട് ടു ഫാർ ഫെച്ച്ഡ്. ഫാർ ഫെച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ, അപ്പം നോട്ട് ഇമ്പോസിബിൾ. അപ്പോൾ അലക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര ഫാർ ഫെച്ച്ഡ് അല്ലെങ്കിൽ അലക്സ് ഒട്ടും ചെയ്യാത്തൊരു കാര്യമല്ല. അലക്സ് വേണമെങ്കിൽ ബുൾ ഫൈറ്റിങ്ങിനോ അലിഗേറ്റർ റെസ്ലിങ്ങിനോ അല്ലെങ്കിൽ ടൈറ്റ് റോപ്പ് കെട്ടി ബിൽഡിംഗ് ടു ബിൽഡിംഗ് പോകാനോ ഒക്കെ റെഡി ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാസേജ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ പിക്ക് ഔട്ട് വിച്ച് സെൻറ്റൻസ് ഇസ് നോട്ട് ട്രൂ. അലക്സ് ആൻഡ് പീറ്റർ ആർ ബ്രദേഴ്സ്. Alex attacks Peter always. Alex engages in games of his own. Peter is much concerned about Alex. അപ്പോൾ Alex and Peter are brothers ആണല്ലോ. Alex attacks Peter always ആണോ? നമുക്ക് ഉറപ്പില്ല, അവിടെ വെക്കാം. Alex engages in games of his own, അതും ശരിയാണ്. Peter is much concerned about Alex, അതും ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ അലക്സ് അറ്റാക്സ് പീറ്റർ ഓൾവേസ്. ഇത് എന്തുകൊണ്ടാണ് ആൻസർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറയുന്നതിൽ ഏത് സെൻറ്റൻസ് ആണ് ട്രൂ അല്ലാത്തത് എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ആൻസർ അലക്സ് അറ്റാക്സ് പീറ്റർ ഓൾവേസ്. കാരണം അലക്സ് അങ്ങനെ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല അല്ലേ. അവിടെ നോക്കിയേ, അക്കോർഡിംഗ് ടു പീറ്റർ, വാട്ട് ആർ ദ ടു പെർഫെക്റ്റ്ലി നോർമൽ തിങ്സ് ടു ഡു ഫോർ അമ്യൂസ്മെൻറ്റ്? അപ്പോൾ ഇത് നമുക്കറിയാം, നോർമൽ തിങ്സ്. പീറ്റർ ചെയ്യുന്നത് നോർമൽ തിങ്സും അലക്സ് ചെയ്യുന്നത് നോൺ സെൻസിക്കൽ തിങ്സ് ആണെന്നാണ് പീറ്റർ പറയുന്നത്. ഗോ ഫോർ അലിഗേറ്റർ റെസ്ലിംഗ് ആൻഡ് ബുൾ ഫൈറ്റിംഗ് ആണോ? അല്ല. പ്ലേ എ വീഡിയോ ഗെയിം ആൻഡ് ടെക്സ്റ്റ് യുവർ ഫ്രണ്ട്സ് ഒബ്വിയസ്ലി ആണ്. പ്ലേ പാഡൽ ബോൾ ആൻഡ് സ്റ്റാൻഡ് ഓൺ വൺ സൈഡ് അതും അല്ല. ഡൂയിങ് ടൈറ്റ് റോപ്പ് വാക്കിംഗ് ആൻഡ് അതർ ഫാർ ഫെച്ച് തിങ്സ് അതും അല്ല. അപ്പോൾ ആൻസർ നോക്കിക്കേ, പ്ലേ വീഡിയോ ഗെയിം ആൻഡ് ടെക്സ്റ്റ് യുവർ ഫ്രണ്ട്സ്. Pick out the word which describes Alex. Alex reliable ആണോ? Not sure. Alex thoughtful ആണോ? Not sure. Alex adventurous ആണോ? Definitely. Clever ആണോ എന്നുള്ളതും not sure. അപ്പം adventurous ആണ് ആൻസർ, നമുക്കറിയാം അല്ലേ. Peter on the other hand is more thoughtful, concerned, maybe reliable and perhaps clever also. On the contrary, I am being lenient. നമ്മളത് അടയാളപ്പെടുത്തി വെച്ചിരുന്നു. എന്താണ് ലീനിയൻ്റ് എന്ന് പറയുന്നത്? ഇൻടോളറൻ്റ് ആണോ ലീനിയൻ്റ്? അല്ല. ക്രിട്ടിക്കൽ ആണോ ലീനിയൻറ്റ്? അല്ല. ഹാർഷ് ആണോ ലീനിയൻറ്റ്? അല്ല. അപ്പം ലവിങ് ആണ് ലീനിയൻറ്റ്. ലീനിയൻ എന്ന് വെച്ചാൽ കുറച്ച് അയഞ്ഞ, കുറച്ച് കൈൻഡ് ആയിട്ടുള്ള,
അപ്പോൾ ലവിങ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി സിനോണിമസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലവിങ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ടു അമ്യൂസ് ഹിംസെൽഫ് അലക്സ് ലൈക്സ് ടു ഫൈറ്റ് വിത്ത് ഹിസ് ബ്രദർ പീറ്റർ ആണോ? അല്ല. പ്ലേ വീഡിയോ ഗെയിംസ് ഫോർ എ ലോങ് ടൈം ആണോ? ഇല്ല. ചാറ്റ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആണോ? അല്ല. എൻഗേജ് ഇൻ ഔട്ട് ഓഫ് ദി ബോക്സ് ആക്ടിവിറ്റീസ്. സോ അലക്സ് ലൈക്സ് ടു എൻഗേജ് ഇൻ ഔട്ട് ഓഫ് ദി ബോക്സ് ആക്ടിവിറ്റീസ്. ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ചെയ്യാത്ത കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയുന്നത്. What are the thoughts that concern Peter regarding Alex? If any of his friends introduces him to weird games, if Alex will waste his time on video games and chats with his friends, adalla. If Alex repeatedly going to stand on his head for a long time, could be. If Alex is going to continue playing paddleball batting, idu alla. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ പാസേജിലേക്ക് പോകുമ്പം കൺസേൺഡ് എന്ന് പറയുന്ന വാക്ക് വരുന്നത് ഇവിടെ അലിഗേറ്റർ ആൻഡ് അതായത് വാട്ട് ഫൺ ഓഫ് എ സില്ലി പാൽസ് ഇൻട്രൊഡ്യൂസസ് ഹിം ടു അലിഗേറ്റർ റെസ്ലിംഗ് ഓർ ബുൾ ഫൈറ്റിംഗ്. അതായത് എന്താ അലക്സിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് അവനെ എന്തെങ്കിലും വിയേർഡ് ഗെയിംസ് ഓർ മോർ അഡ്വഞ്ചറസ് ഗെയിംസ് ലൈക്ക് അലിഗേറ്റർ റെസ്ലിംഗ് ഓർ ബുൾ ഫൈറ്റിങ്ങിന് കൊണ്ടുപോകുന്നുള്ളതാണ് കൺസേൺ. അപ്പോൾ ആൻസർ എന്താ വരിക? ആൻസർ വരുന്നത് if any of Alex's friends introduces him to any weird games. ഇനി അടുത്തത് ഇപ്പോൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു, ഒരു പാസേജ് തരിക, അതിനനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് എഴുതുക. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ്. അടുത്ത് നോക്കിക്കേ, ബെസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ. അപ്പോൾ അടുത്ത് നമ്മൾ 4 സെൻറ്റൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്ന് കണ്ടുപിടിക്കണം. ഡിഡ് ഷീ സാങ് യെസ്റ്റർഡേ? ഡിഡ് ഷീ സിങ്? ഡസ് ഷീ സിങ് യെസ്റ്റർഡേ? ഡിഡ് ഷീ സിങ് യെസ്റ്റർഡേ? ഡസ് ഷീ സാങ് യെസ്റ്റർഡേ? ഇവിടെ ഡിഡും സിങ്ങും ഇത് രണ്ടുമാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഡിഡിൻ്റെ വേർബിൻ്റെ ടേംസ് നമുക്ക് എടുത്തു നോക്കാം. അപ്പം എന്താ? ഡു, ഡസ്. ഇത് പ്രസൻ്റ് ആണ്. ഇനി ഡിഡ്, ഇത് പാസ്റ്റ് ആണ്. ഡൺ ആണ് ഇതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് തിരിച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു, ഡിഡ്, ഡു എന്ന് പറയുന്ന വേർഡ് അതിൻ്റെ ഒരു ഫോം ആണല്ലോ ഈ ഡിഡ്, അതും സിങ്ങും. ഈ 2 വേർഡ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഈ ഡു എന്ന് പറയുന്ന വാക്ക് പ്രസന്റ് ഡു ഓർ ഡസ്, പാസ്റ്റ് ഡിഡ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ ആണ്. ഇവിടെ യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഡ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഡിഡ് ഷീ ഡാഷ് യെസ്റ്റർഡേ. ഇനി ഓൾറെഡി ഇപ്പം നമ്മൾ ഒരു ഭാഗം പാസ്റ്റ് എഴുതി കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കേസസ് വരുമ്പോൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ പ്രസന്റ് എഴുതിയാൽ മതി. അപ്പോൾ സിങ് അല്ലെങ്കിൽ സിങ്സ് പ്രസന്റ് ആണ്, സാങ് പാസ്റ്റ് ആണ്, സാങ് പാസ്റ്റ് ആണ്, പാസ്റ്റും ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിളും ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു എലമെന്റ് നമ്മൾ പാസ്റ്റ് എഴുതുകയും അടുത്ത എലമെന്റ് നമ്മൾ പ്രസന്റ് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഡിഡ് ഷീ സിങ് ആണ് വരുന്നത്. ഡിഡ് ഷീ സിങ് യെസ്റ്റർഡേ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിഡ് ഷീ സിങ് യെസ്റ്റർഡേ. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്. അടുത്ത നോക്കിക്കേ, when a student keeps repeating rail as whale and car as star, which these are instances of which error. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് റെയിലിനെ വെയിൽ എന്നും കാറിനെ ടാർ എന്നും പറയുകയാണെങ്കിൽ അത് ഈ താഴെ പറയുന്നവയിൽ ഏത് ടൈപ്പ് ഓഫ് എറർ ആണെന്നാണ്. ഫോണോളജിക്കൽ ആണോ, സിൻടാക്റ്റിക്കൽ ആണോ, തീമാറ്റിക് ആണോ, മോർഫോളജിക്കൽ ആണോ? അപ്പോൾ ആദ്യം നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം.
നോക്കിയേ, ഫോണോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് സിസ്റ്റം ഓഫ് സൗണ്ട്. അപ്പോൾ ഫോണോളജി സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സിൻടാക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ വേർഡ്സ് ആൻഡ് മോർഫീംസ് കമ്പൈൻ ടു ഫോം ലാർജർ യൂണിറ്റ്സ് സച്ച് ആസ് ഫ്രേസസ് ഓർ സെൻറ്റൻസസ്. അപ്പോൾ സിൻടാക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് വേർഡ്സ് ആണ്. വേർഡ്സ് എങ്ങനെ കമ്പൈൻ ചെയ്ത് സെൻറ്റൻസസ് ആവുന്നു അല്ലെങ്കിൽ ലാർജർ യൂണിറ്റ്സ് ആവുന്നു എന്നുള്ളതാണ് സിൻടാക്സ്. മോർഫോളജി എന്താ? മോർഫോളജി ഇസ് എ സ്റ്റഡി ഓഫ് വേർഡ്സ്. വീണ്ടും വേർഡ്സ് ആണ്. ഹൗ ദേ ആർ ഫോംഡ് ആൻഡ് ഓരോ വേർഡ്സിൻ്റെയും മറ്റ് വേർഡ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പും കൂടിയാണ് മോർഫോളജി നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉത്തരം? വെൻ എ സ്റ്റുഡൻറ്റ് കീപ്സ് റിപ്പീറ്റിംഗ്, അതായത് സൗണ്ടിലാണല്ലോ ഇവിടെ ഒരു എറർ വരുന്നത്. റെയിലിനെ വെയിൽ എന്ന് പറയുകയും കാറിനെ ടാർ എന്ന് പറയുന്നതും സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഫൊണോളജിക്കൽ ആവുന്നത്. തീമുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വേർഡ്സിൻ്റെ റിലേഷൻഷിപ്പുമായിട്ടും ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ഫൊണോളജിക്കൽ ആവുന്നത്. കാരണം സൗണ്ട്, സിസ്റ്റം ഓഫ് സൗണ്ടുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ് ഫൊണോളജി. അടുത്ത, the shopkeeper displayed the prices. The sentence can also be written without changing the meaning. So ഇതാണ് നമ്മുടെ സെന്റൻസ്. The shopkeeper displayed the prices. യൂഷ്വലി നമ്മളൊരു സെൻറ്റൻസ് തന്നിട്ട് അതിനെ റീറൈറ്റ് ചെയ്യുക, മീനിങ് മാറാതെ റീറൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടെൻസ് മാറാതെ റീറൈറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തോണം, അത് ആക്റ്റീവ് ആയിട്ടാണ്, ആക്റ്റീവ് സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അത് പാസീവിലോട്ടാക്കുക, പാസീവ് ആണ് തന്നിട്ടുള്ളെങ്കിൽ അത് ആക്റ്റീവിലോട്ടാക്കുക. അപ്പോൾ ഒരു സെൻറ്റൻസിന് നമ്മൾ ആക്റ്റീവ് എന്ന് പാസീവിലോട്ടോ പാസീവ് എന്ന് ആക്റ്റീവിലോട്ടോ ആക്കുമ്പോൾ അതിൻ്റെ ടെൻസ് മാറുന്നില്ല, അതിൻ്റെ മീനിങ്ങും മാറുന്നില്ല. അപ്പോൾ ഇവിടെയും അത് തന്നെ ആയിരിക്കാം ഉത്തരം. നമുക്ക് നോക്കാം. ദ ഷോപ്പ് കീപ്പർ ഡിസ്പ്ലേഡ് ദ പ്രൈസസ്. ഷോപ്പ് കീപ്പർ പ്രൈസുകൾ ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഡിസ്പ്ലേഡ് എന്നായതുകൊണ്ട് ഇത് പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോൾ ടെൻസ് മാറരുത്. ദി പ്രൈസസ് ഡിസ്പ്ലേഡ് ബൈ ദ ഷോപ്പ് കീപ്പർ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് ഇല്ല, അല്ല വേർ ഇല്ല. അപ്പോൾ പ്രൈസസ് ഡിസ്പ്ലേഡ് ബൈ ഷോപ്പ് കീപ്പർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓക്സിലറി വെർബിൻ്റെ കുറവുണ്ട്. ഈ ഇസ്, വാസ്, വേർ, ആർ തുടങ്ങിയ ഈ ചെറിയ ചെറിയ വാക്കുകളെയാണ് നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഒരു വെർബിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാതെ ആകുമ്പോൾ അതിന് കൂടെ നമ്മൾ സപ്പോർട്ടിന് വേണ്ടി നിർത്തുന്ന കൈൻഡ് ഓഫ് വെർബിനെയാണ് നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, അടുത്ത നോക്കിക്കേ, ദ പ്രൈസസ് വാസ് ഡിസ്പ്ലേഡ് ബൈ ദ ഷോപ്പ് കീപ്പർ. പ്രൈസസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ വാസ് അല്ല ഉപയോഗിക്കുക, വേർ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതുമല്ല. ഇനി ദ പ്രൈസസ് വേർ ഡിസ്പ്ലേഡ് ബൈ ദ ഷോപ്പ് കീപ്പർ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. കാരണം എന്താ? ഇതിൻ്റെ ടെൻസ് മാറുന്നില്ല, മീനിങ്ങും മാറുന്നില്ല. പ്രൈസസ് വേർ എന്തുകൊണ്ടാണ് വരുന്നത്? പ്രൈസ് ആയിരുന്നെങ്കിൽ വാസ് വന്നേനെ. പ്രൈസ് വാസ് ഡിസ്പ്ലേഡ് എന്നാണ്, പക്ഷെ പ്രൈസസ് വേർ ഡിസ്പ്ലേഡ്. ഇനി ഷോപ്പ് കീപ്പർ റോട്ട് ഡൗൺ ദ പ്രൈസസ്. റോട്ട് ഡൗൺ എഴുതി വെക്കുക അല്ലല്ലോ ചെയ്തത്, അല്ലേ? ഡിസ്പ്ലേ ആണ് ചെയ്തത്. അപ്പോൾ ആ വേർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ? സി ആണ്, അല്ലേ? ദ പ്രൈസസ് വേർ ഡിസ്പ്ലേഡ് ബൈ ദി ഷോപ്പ് കീപ്പർ. ഷോപ്പ് കീപ്പർ പ്രൈസസ് ഷോപ്പ് കീപ്പറിനാൽ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടിരുന്നു. അത് തന്നെയാണ് അതിൻ്റെ. ഇതിപ്പോൾ പാസീവ് ആണ്. ഇപ്പോൾ ആക്റ്റീവിൽ നിന്ന് നമ്മൾ പാസീവിലേക്കാണ് ആക്കിയിട്ടുള്ളത്. അടുത്ത് നോക്കിക്കേ, ICT പറഞ്ഞാൽ എന്താ? ICT പറഞ്ഞാൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഉപയോഗം എന്തിനൊക്കെയാണ്? വിഷ്വൽ ലേണിങ്ങിനാണോ, ഓഡിറ്ററി ലേണിങ്ങിനാണോ, മൾട്ടി സെൻസറി ലേണിങ്ങിനാണോ, നൺ ഓഫ് ദി എബോവ് ആണോ? സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലാസ് നടക്കുന്നത് തന്നെ ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജിയുടെ സഹായത്തോടെയാണ്. കാരണം ഇതൊരു സ്മാർട്ട് ബോർഡാണ്. ഇവിടെ വിഷ്വൽ ലേണിംഗ് മാത്രമാണോ ഉള്ളത്? വിഷ്വൽ മാത്രമാണോ? വിഷ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ട് പഠിക്കുക. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേട്ട് പഠിക്കുക. പക്ഷേ ഇവിടെ മൾട്ടി സെൻസറി ലേണിംഗ് ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ നോക്കി പഠിക്കുവാണെങ്കിലും അവിടെ നമുക്ക് കാഴ്ചയും കേൾവിയും ഒരേപോലെ പ്രധാനമാണ്. അതുകൊണ്ടാണ് മൾട്ടി സെൻസറി ലേണിംഗ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. കാരണം വിഷ്വൽ മാത്രമല്ല, ഓഡിറ്ററി മാത്രമല്ല, നൺ ഓഫ് ദി എബോവ് എന്തായാലും അല്ല. അപ്പോൾ ആൻസർ എന്താ? മൾട്ടി സെൻസറി ലേണിംഗ്. അപ്പോൾ ICTയുടെ ഫുൾ ഫോം മറക്കണ്ട, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്.
കണ്ടോ, മൾട്ടി സെൻസറി ലേണിംഗ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത് നോക്കിക്കേ, വിച്ച് among the following group of words is related to language discourses? ഡിസ്കോഴ്സ് വെച്ചാൽ ഡിസ്കഷൻ ആണ്. അപ്പോൾ ലാംഗ്വേജ് ഡിസ്കോഴ്സുമായിട്ട് ഡയറക്ട്ലി റിലേഷൻ ഉള്ളത് ഏത് ഗ്രൂപ്പ് ആണെന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തേത് കൺജക്ഷൻ, അഡ്വേർബ്, പ്രിപ്പോസിഷൻ, നൗൺ. ഇത് കൂടുതലായിട്ടും ലാംഗ്വേജ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഗ്രാമാറ്റിക്കൽ അല്ലെങ്കിൽ സിൻടാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേംസ് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇതെന്തായാലും വരില്ല, കാരണം ഇത് ELT ആയിട്ട് റിലേറ്റഡ് ആണ്. അടുത്തത് മോർഫോളജി, സെമാൻറ്റിക്, സിൻടാക്സ്, ഡിക്ഷൻ. ഇതാണെങ്കിലോ ഇത് ലിംഗ്വിസ്റ്റിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതൊന്നും ലാംഗ്വേജ് ഡിസ്കോഴ്സിൽ വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. ELT ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിലും എല്ലാം ലാംഗ്വേജ് ഡിസ്കോഴ്സിൽ വരും. പക്ഷെ നമ്മൾ ഈ ഒരു തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് പ്രൊഫൈൽ, ഡയറി, റിപ്പോർട്ട്, ലെറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഉണ്ടോ, ഇതാണ് തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, when a teacher tries to get her learners prompt the meaning of a word from its context, the strategy being employed is. when a teacher, ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. when a teacher tries to get the learners prompt എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്നാണ് അർത്ഥം. So when a teacher tries to get her students or learners to understand a word from its context പറഞ്ഞു കൊടുക്കുക. അതായത് ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു ബുക്ക് വായിക്കുമ്പോൾ ആ ബുക്കിനകത്ത് ഒരു സെൻറ്റൻസ് നമ്മൾ വായിക്കുമ്പോൾ ആ സെൻറ്റൻസിലെ ചില വേർഡ്സ് നമുക്ക് അർത്ഥം മനസ്സിലാവില്ല, ഡിഫിക്കൽട്ടായി തോന്നും. പക്ഷെ അത് ആ ഹോൾ കോണ്ടെക്സ്റ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുട്ടികളെ പ്രോംപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജീനെ എന്ത് പറയും? ഒബ്വിയസ്ലി ഇൻവിറ്റേഷൻ അല്ല, ഇംപ്രവൈസേഷൻ അല്ല, മെമ്മറൈസേഷൻ അല്ല. അപ്പം ഇങ്ങനത്തെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എലിസിറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻവിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്രവൈസ് ചെയ്യുക, അതായത് ഒരു പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഉള്ളൊരു ആക്ഷനാണ്. മെമ്മറൈസേഷൻ കാണാതെ പഠിക്കുക, അതുമല്ല. അപ്പോൾ ആൻസർ എന്താ വരിക? എലിസിറ്റേഷനാണ് വരിക. അപ്പോൾ എലിസിറ്റേഷനെ പറ്റി മറക്കണ്ട. എലിസിറ്റേഷനാണ് ടീച്ചേഴ്സ് കുട്ടികളെ ഡയറക്റ്റായിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കാതെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ അർത്ഥം കുട്ടികളെ കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. അടുത്ത് നോക്കിക്കേ, പ്ലാനിങ്, ഓർഗനൈസിങ്, എഡിറ്റിംഗ് ആൻഡ് റിവൈസിങ് ആർ ക്രിട്ടിക്കൽ കോമ്പണൻസ് ഇൻ ദി ഡാഷ് പ്രോസസ്. പ്ലാനിങ് എല്ലാത്തിലും വരും, ഓർഗനൈസിങ് എല്ലാത്തിലും വരും, പക്ഷേ എഡിറ്റിംഗ് എല്ലാത്തിലും വരില്ല. എഡിറ്റിംഗ് ലിസണിങ്ങിൽ വരില്ല, എഡിറ്റിംഗ് റീഡിങ്ങിൽ വരില്ല, എഡിറ്റിംഗ് സ്പീക്കിങ്ങിലും വരില്ല. അപ്പോൾ ആൻസർ റൈറ്റിംഗ് ആണ്. അതിവിടെ എഡിറ്റിംഗ് എന്നുള്ളൊരു കീ ടേം ഉള്ളതുകൊണ്ടാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാത്തിലും, റിവൈസിങ്ങും വരില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാത്തിലും വരുന്നതായിരിക്കാം. പക്ഷേ റൈറ്റിംഗ്, എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേം റൈറ്റിങ്ങിൽ മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ റൈറ്റിംഗ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത് നോക്കിക്കേ, എ സ്റ്റുഡൻറ് ലെഡ് അപ്രോച്ച് ടു ടീച്ചിങ് ഫോൾസ് അണ്ടർ ഡാഷ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. അപ്പോൾ സ്റ്റുഡൻറ് ലെഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റുഡൻസ് ആണ് ഇതിനകത്ത് ഇൻപുട്ട് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊരു ഡയറക്റ്റ് അപ്രോച്ച് ആണോ? ഡയറക്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ടീച്ചർ പറയുന്നു, സ്റ്റുഡൻസ് കേൾക്കുന്നു. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൺലൈൻ എന്ന് പറയുന്നത് ഒരു ടീച്ചിങ്ങിൻ്റെ മെത്തേഡല്ല, ടീച്ചിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ടീച്ചിങ്ങിൻ്റെ ഒരു എനേബിളേഷൻ, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓൺലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെത്തേഡല്ല. ലെക്ചർ ഒരു മെത്തേഡാണ്. ഇവിടെയും ടീച്ചറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഇൻഡക്റ്റീവ് ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾസിലൂടെ ഒരു കാര്യം പഠിപ്പിക്കുക, അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ എക്സാമ്പിൾസിലൂടെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസിന് അവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ നോക്കിക്കേ, ഐഡന്റിഫൈ ദി അഡ്ജക്റ്റീവ് ഫ്രം ദി ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ലിസ്റ്റഡ്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അഡ്ജക്റ്റീവ്, അഡ്വേർബ് എന്ന് പറയുന്നത് ഗ്രാമറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം, പക്ഷെ അതിൻ്റെ പേരിങ്ങനെ ഈ അഡ്ജക്റ്റീവ് ആണ്, അഡ്വേർബ് ആണെന്ന് നിങ്ങൾക്കറിയാത്തതായിരിക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ സവിശേഷിപ്പിക്കുന്ന ഒരു കാര്യം.
നൗണിനെ സവിശേഷിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ സവിശേഷിപ്പിക്കുന്ന ഒരു കാര്യം. നമുക്ക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ എന്ന് എഴുതാം. അഡ്വേർബ് ഒരു വേർബിനെ സവിശേഷിപ്പിക്കുന്ന കാര്യം. ഉദാഹരണത്തിന് ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സവിശേഷിപ്പിക്കുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണത്തിന് ശ്യാം നന്നായി പഠിക്കുന്നു. ശ്യാം നന്നായി പഠിക്കുന്നു. അപ്പോൾ ഇവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ആൻഡ് പഠിക്കുന്നു എന്നുള്ളതിലാണ് നന്നായി വരുന്നത്. അപ്പോൾ ഈ നന്നായി എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ ശ്യാം റീഡ്സ് വെൽ, ഇപ്പോൾ ശ്യാമിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. റീഡ്സ് വെൽ, നന്നായി വായിക്കുന്നു. നോക്കിക്കേ, ശ്യാം റീഡ്സ് വെൽ. ഇവിടെ ഈ വെൽ എന്ന് പറയുന്ന വേർഡ്, ഇതാണ് നമ്മുടെ അഡ്ജക്റ്റീവോ അഡ്വർബോ എന്തോ ആട്ടെ സവിശേഷിപ്പിക്കുന്ന വേർഡ്. ഇത് റീഡ്സ് എന്ന് പറയുന്ന ഒരു വേർഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ റീഡ്സ് എന്ന് പറയുന്ന ഒരു വേർബ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ വെൽ എന്ന് പറയുന്ന വേർഡ് ഒരു ആഡ്വേർബ് ആണ്. ഓൺ ദി അതർ ഹാൻഡ്, ഇപ്പം ഞാൻ പറയാണ് ശ്യാം ഇസ് സ്മാർട്ട്. അപ്പോൾ ഈ സ്മാർട്ട് എന്ന് പറയുന്ന വേർഡ് ശ്യാമിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇത് അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വേർഡ്സ് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റിംഗ്, പാർട്ടി, പാർട്ടിസിപ്പേറ്റ്, ഇതിലേതാണ് അഡ്ജക്റ്റീവ്? നമുക്ക് ഈ ശ്യാം എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ എടുക്കാം. ശ്യാം ഇസ് ഇൻട്രസ്റ്റ്, അങ്ങനെ വരില്ല. ശ്യാം ഇസ് ഇൻട്രസ്റ്റ് ഗ്രാമാറ്റിക്കലി റോങ് ആണ്. ശ്യാം ഇൻട്രസ്റ്റ് ആണോ? ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പലിശ എന്നല്ല അർത്ഥം. ശ്യാം ഇൻട്രസ്റ്റ് ആണോ? അല്ല. ശ്യാം ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? ശ്യാം പാർട്ടിയാണ്, ശ്യാം പാർട്ടിസിപ്പേറ്റ് ആണ്. അപ്പോൾ ആൻസർ എന്താ? ശ്യാം ഇൻട്രസ്റ്റിംഗ് ആണ്. പറഞ്ഞ് മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് വരില്ല എന്നുള്ളത്? ഇൻട്രസ്റ്റിംഗ് ആണ് വരിക. അടുത്ത് നോക്കിക്കേ, ഐഡന്റിഫൈ ദ മിസ്പെൽഡ് വേർഡ് അമംഗ് ദി വേർഡ്സ് ലിസ്റ്റഡ്. അപ്പോൾ ഓക്വേർഡിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്, ബിലീവിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്, സെപ്പറേറ്റിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്. റിസീവിൻ്റെ സ്പെല്ലിംഗ് ഓഫൺ കൺഫ്യൂഷൻ വരും. ഇപ്പോൾ റിസീവിൻ്റെ ശരിക്കുള്ള സ്പെല്ലിംഗ് നോക്കിക്കേ, RECEIVE ആണ്. അപ്പം അതുകൊണ്ടാണ് ഇത് ആൻസറേ വരുന്നത്. അപ്പം മിസ്പെൽഡ് വേർഡാണ്. നമ്മൾ സെപ്പറേറ്റിൻ്റെ സ്പെല്ലിംഗ് ആയിട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം, പക്ഷെ അല്ല, സെപ്പറേറ്റിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്. ഓക്കെ, ഇനി ഈ രണ്ട് ബ്ലാങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. I dash a lot of money if I dash the job. അപ്പോൾ ഇവിടെ എന്താ നോക്കിക്കേ, ഏൺ എന്ന് പറയുന്ന വാക്കും ഗെറ്റ് എന്ന് പറയുന്ന വാക്കുമാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏത് ഫോംസ് ആണ് വരേണ്ടതെന്നാണ്. I earn a lot of money if I get that job. അങ്ങനെ ആണോ? I earn a lot of money ആണോ? ഞാൻ ഏൺ ചെയ്യും എന്നല്ലേ? അപ്പോൾ അവിടെ I will earn a lot of money if I get that job. അപ്പോൾ ആൻസർ വരിക I will earn if I get that job. ഓക്കെ, I earn a lot of money if I get that job, അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. I earn money എന്ന് പറയുമ്പോൾ ഞാൻ പൈസ ഉണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ജോബ് ഇതുവരെ കിട്ടിയിട്ടില്ല, അപ്പോൾ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അവിടെ നോക്കിയാൽ I will earn if I got that job. ആ ജോബ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഗോട്ട് വരുമ്പോൾ പറയാം. If I got that job. I would earn money if I get that job. അത് നമുക്ക് കൺഫ്യൂഷൻ ആക്കാം. I would earn money, ഞാൻ പൈസ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് I will earn money if I get that job എന്നുള്ളതാണ്. അവിടെ നോക്കിക്കേ, which of the following is incorrectly paired. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുക. അവിടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു കാര്യം ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഐ എം ഗോയിങ് ടു ദ ചേർച്ച് ടുഡേ. ഐ എം ഗോയിങ് ടു ദ ചേർച്ച് ടുഡേ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അത് ഡിക്ലെയർ ചെയ്യുന്ന സെൻറ്റൻസ്, അപ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റാണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അയാളെ ഇൻട്രോഗേറ്റ് ചെയ്യുകയാണ് എന്ന്, ചോദ്യം ചെയ്യാന്നാണ് അർത്ഥം. അപ്പോൾ ക്വസ്റ്റ്യൻസ്, അതും കറക്റ്റാണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് എന്നാണ് അർത്ഥം, അപ്പോൾ ഇതും കറക്റ്റാണ്. പക്ഷേ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഓൾവേസ് ഓർഡർ ആവണം എന്ന് നിർബന്ധമില്ല. എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഓ വാവ്,
ഇവിടെ എക്സ്ക്ലമേറ്ററി മാർക്കുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഓർഡർ ആവണം എന്നില്ല. അതുകൊണ്ടാണ് ആൻസർ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഇൻകറക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആൻസർ നോക്കിക്കേ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അടുത്ത, ദ ലേഡി ഈസ് വെരി ടയേർഡ് ഷീ കനോട്ട് വാക്ക്. ഈ രണ്ട് സെൻറ്റൻസിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കുക. The lady is too tired to walk. The lady is so tired to walk. The lady is tired so that she cannot walk. The lady is so tired not to walk. അപ്പം നിങ്ങൾക്കിത് വായിക്കുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും. പക്ഷെ ഇങ്ങനത്തെ രണ്ട് സെൻറ്റൻസ് തന്നിട്ട് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ സാധാരണ ടു ടു ആണ് ഉപയോഗിക്കുക. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, ടു ആണ് ഉപയോഗിക്കുക. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ എന്താ, ദ ലേഡി ഈസ് ടു ടയേർഡ് ടു വാക്ക് ആണ്. ഇവിടെ നോക്കിയേ, ലേഡി ഈസ് സോ ടയേർഡ് ടു വാക്ക്. ഇതും ഗ്രാമാറ്റിക്കലി ശരി തന്നെയാണ്. പക്ഷെ കൂടുതൽ ശരി ഗ്രാമറിൽ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മളെപ്പോഴും ഏതാണ് ഏറ്റവും അക്യുറേറ്റ് എന്നാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ആൻസർ ആവാത്തത്. സോ ടയേർഡ് ടു വാക്ക്. ആക്ച്വലി ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് ശരിയാണ്. പക്ഷെ ടു ടയേർഡ് ടു വാക്ക് ആണ് കുറച്ചും കൂടി അക്യുറേറ്റ് ആവുന്നത്. ദ ലേഡി ഈസ് ടയേർഡ് സോ ദാറ്റ് ഷീ കനോട്ട് വാക്ക്. അത് സോ ദാറ്റ് വരുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതും എടുക്കാത്തത്. ദ ലേഡി ഈസ് സോ ടയേർഡ് നോട്ട് ടു വാക്ക്. ദിസ് ഇസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഗ്രാമാറ്റിക്കലി റോങ്. ലേഡി ഈസ് സോ ടയേർഡ് നോട്ട് ടു വാക്ക് അല്ല, ടു വാക്ക്. ഇവിടെ ഈ നോട്ട് ഇല്ലായിരുന്നെങ്കിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരുന്നു. ഇവിടെ നമ്മുടെ ആൻസർ ദ ലേഡി ഈസ് ടു ടയേർഡ് ടു വാക്ക് ആണ്. അടുത്ത് നോക്കിക്കേ, ദി ഓഫീസർ സെഡ് ഐ ഡോണ്ട് മൈൻഡ് ഡാഷ് യു മൈ കാർ ഫോർ ദ ട്രിപ്പ്. അപ്പം ഇവിടെ എന്താ, കൊടുക്കുക അല്ലെങ്കിൽ ബോറോ ചെയ്യാൻ വേണ്ടി കൊടുക്കുക, കടം കൊടുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലെൻഡ് എന്ന് പറഞ്ഞാൽ, ലെൻഡ് എന്ന് പറയുന്ന വാക്കാണ് നമുക്കിവിടെ വേണ്ടത്. അതിൻ്റെ പല ഫോംസ് ആണ് ഈ ലെൻഡിങ് എന്ന് പറയുന്നതും ലെൻഡ് എന്ന് പറയുന്നതും. ഇവിടെ നമ്മൾ ഐ ഡോണ്ട് മൈൻഡ് ലെൻഡിങ് യു മൈ കാർ ഫോർ ദ ട്രിപ്പ്, അതായത് ലെൻഡിങ് ആണ് വരുന്നത്. കാരണം നിങ്ങൾക്ക് തന്ന് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ING ഫോം വരുന്നത്. തന്ന് വിടുന്നു എന്നുള്ളൊരു ആക്ഷൻ. ഗ്രാൻഡ് എന്തായാലും വരില്ല. ഗ്രാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ, ലെൻഡ് ചെയ്യേണ്ട, കടം കൊടുക്കുകയല്ലേ. അപ്പം അർത്ഥം വരുമ്പോൾ തന്നെ ലെൻഡാണ് വരുന്നത്. ഇത് മൂന്നും ലെൻഡിൻ്റെ പല ഫോംസ് ആണ്. ഇവിടെ അക്യുറേറ്റ് ING ആണ്, കാരണം കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ING വരുന്നത്. ലെൻഡിങ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ് ഷീ ആസ്ക്ഡ്. ദ സെൻറ്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ഇവിടെ യു ഇല്ല കേട്ടോ, ഇവിടെ മിസ്റ്റേക്കിൽ വന്നതാണ്. ഓക്കെ, നോക്കിക്കേ, സെൻറ്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കണം. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ വേർബ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അറൈവ് ആണ് വേർബ്. അപ്പോൾ ഡസ് അറൈവ് എന്നാണ് ഇവിടുത്തെ നമ്മുടെ കീ വേർബ്. അപ്പോൾ ഡസ് എന്ന് പറയുന്നത് ഡൂവിൻ്റെ ഒരു ഫോമാണ്. ഡസ് അറൈവ് എന്ന് പറഞ്ഞാൽ അറൈവ് എന്ന് തന്നെയാണ് അർത്ഥം. അത് ഈ ഡു ഡസ് ഈ വാക്കുകളുടെ പ്രത്യേകതയാണ്. ഇപ്പം ഡു വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് എന്നാണ് അർത്ഥം. ഡൂവിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, വെറുതെ കൂടെ ചാരി നിർത്തിയിരിക്കുകയാണ്. ഡു വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് എന്നാണ് അർത്ഥം. ഡസ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഡു ഡസ് എന്ന് പറയുന്ന വാക്കിനെ വെറുതെ ചാരി നിർത്തിയിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഡസ് അറൈവ് എന്ന് പറഞ്ഞാൽ അറൈവ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം നമ്മൾ ഒരു സെൻറ്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ ആദ്യം നമ്മൾ ആ സെൻറ്റൻസിലുള്ള വെർബ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വെർബിന് നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് ആക്കുക. അപ്പോൾ ഇവിടെ അറൈവ് എന്താവും, അറൈവ്ഡ് ആവും. അപ്പോൾ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അറൈവ്ഡ് ഉള്ള സെൻറ്റൻസസ് ഏതൊക്കെയാണ്. ഇതുമുണ്ട്. അപ്പോൾ ഇതിലേതാണ് നമ്മുടെ ആൻസർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹാസ് എന്ന് പറയുന്ന അഡീഷണൽ ആയിട്ടൊരു ടേം ഉണ്ട്. ഹാസ് എന്ന് പറയുന്ന ടേമിന് ഇവിടെ ഒരു പ്രസക്തിയില്ല. കാരണം നമ്മുടെ ഈ സെൻറ്റൻസിൽ ഹാസോ ഹാവോ അങ്ങനത്തെ അതിൻ്റെ ഒരു ഫോംസും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ക്വസ്റ്റ്യനിൽ ആൻസറിൽ വന്നാലും അത് നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ ആൻസർ വരുന്നത് ഷീ ആസ്ക്ഡ് വാട്ട് ടൈം ദ ട്രെയിൻ അറൈവ്ഡ്. ഹാസ് അറൈവ്ഡ്, ഹാസിന് പ്രസക്തിയില്ല ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആദ്യം എടുക്കുക, അതിനകത്തുള്ള വെർബ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുക. ഷീ ആസ്ക്ഡ് വാട്ട് ടൈം ദ ട്രെയിൻ അറൈവ്ഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഷീ ആസ്ക്ഡ് വാട്ട് ടൈം ദ ട്രെയിൻ അറൈവ്ഡ്. ഈ യു ഇല്ല, അത് എവിടുന്നോ വന്നതാ. അവിടെ നോക്കിയേ, ദ മോർ യു പ്രാക്ടീസ് ഡാഷ് യു ബിക്കം. ഇതിനകത്ത് നമ്മൾ കമ്പാരേറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗുഡ് ബെറ്റർ ബെസ്റ്റ്, അപ്പോൾ ആ വേർഡ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഗുഡ്
ഒരു വേർഡ്, അതിൻ്റെ കമ്പാരറ്റീവ് ബെറ്റർ, അതിൻ്റെ സൂപ്പർലെറ്റീവ് ബെസ്റ്റ്. അതേപോലെ തന്നെ അടുത്ത വേർഡ് ബാഡ് നോക്കുകയാണെങ്കിൽ ബാഡിൻ്റെ കമ്പാരറ്റീവ് വേഴ്സ്, അതിൻ്റെ സൂപ്പർലെറ്റീവ് വേഴ്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദ മോർ യു പ്രാക്ടീസ്, എത്ര നീ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നീ നല്ലതാവും എന്നാണ് പറയുക. സോ ഗുഡ് യു ബിക്കം എന്നല്ല, എന്താ ബെറ്റർ യു ബിക്കം, ദി ബെറ്റർ. കാരണം ഇവിടെ ദി മോർ ഉള്ളത് കൊണ്ടാണ് ദി ബെറ്റർ ആവുന്നത്. ദി മോർ യു പ്രാക്ടീസ് ദി ബെറ്റർ യു ബിക്കം. ദി ഗുഡ് യു ബിക്കം എന്ന് പറയില്ല, ദി ബെസ്റ്റ് യു ബിക്കം എന്നും പറയില്ല. എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നന്നാവും. ഏറ്റവും നന്നാവും എന്നല്ല പറയുന്നത്, അത്രയും നന്നാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദി ബെറ്റർ യു ബിക്കം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ബീങ് അംബിഷ്യസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഡാഷ് ബീങ് സാറ്റിസ്ഫൈഡ് അറ്റ് വർക്ക് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, ദ മാസ്റ്റർ സെഡ്. സോ ഇവിടെ ഓൺ വൺ ഹാൻഡ് ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് എന്ന് പറയുന്ന ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൺ വൺ ഹാൻഡ് ഹീ ഈസ് സ്മാർട്ട്, ഓൺ ദി അതർ ഹാൻഡ് ഹീ ഈസ് സ്കിന്നി. അപ്പോൾ ഓൺ വൺ ഹാൻഡ് ഓൺ ദി അതർ ഹാൻഡിൽ ഓൺ ദി അതർ ഹാൻഡ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഓൺ വൺ ഹാൻഡ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ രണ്ട് ടേംസ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എന്താ, ഇവിടെ ഓൺ വൺ ഹാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓൺ വൺ ഹാൻഡ് ഓൺ ദി അതർ ഹാൻഡ്. ഇപ്പോൾ ക്വസ്റ്റനിൽ ഒരു ഭാഗത്ത് ഓൺ വൺ ഹാൻഡ് ഉണ്ടെങ്കിൽ ആൻസർ ഓൺ ദി അതർ ഹാൻഡ് ആയിരിക്കും, ഓൺ ദി അതർ ഹാൻഡ് ഒരു ഭാഗത്തുണ്ടെങ്കിൽ ആൻസർ ഓൺ വൺ ഹാൻഡ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ആവില്ല, കാരണം ഈ രണ്ടിൽ ഒരു ടേം പോലും അതിലില്ല. ഓക്കെ, അടുത്തത് ഇൻ ദ സെയിം ടൈം, അറ്റ് ദ സെയിം ടൈം. ഇതിലേതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബീങ് അംബിഷ്യസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ബീങ് സാറ്റിസ്ഫൈഡ് അറ്റ് വർക്ക് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, ദ മാസ്റ്റർ സെഡ്. അപ്പോൾ ഇവിടെ വരുന്നത് അറ്റ് ദ സെയിം ടൈം എന്നാണ്. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഗ്രാമർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറ്റ് ദ സെയിം ടൈം എന്നുള്ളതൊരു ഫ്രേസാണ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം എന്നാണ് ആൻസർ വരിക. ഇൻ ദ സെയിം ടൈം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു ഫ്രേസാണ്. മീൻ വൈൽ, ഇൻ ദ മീൻ വൈൽ എന്ന് നമ്മൾ വേണമെങ്കിൽ പറയും. പക്ഷേ ഇവിടെ സെയിം ടൈം എന്ന് പറയുന്നൊരു ടേം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അടുത്ത് നോക്കിക്കേ, വൺ ഓഫ് ദി പ്ലേയേഴ്സ് ഇൻ ദ ടീം ഡാഷ് വീക്ക്. ഇത് പല കുട്ടികളും മിസ്റ്റേക്ക് വരുത്താനുള്ള കാര്യമാണ്. വൺ ഓഫ് ദി വരുമ്പോൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് പ്ലൂറലാണോ സിംഗുലറാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരാറുണ്ട്. ഇവിടെ ഇങ്ങനെ ആലോചിച്ചാൽ മതി, പ്ലേയേഴ്സിൽ ഒരാൾ, അപ്പോൾ സിംഗുലറാണ്. പ്ലേയേഴ്സിൽ ഒരാൾ, പ്ലേയേഴ്സ് മുഴുവനല്ല, പ്ലേയേഴ്സിൽ 5 പേരല്ല, പ്ലേയേഴ്സിൽ 12 പേരല്ല, പ്ലേയേഴ്സിൽ ഒരാൾ. വൺ ഓഫ് ദി പ്ലേയേഴ്സ്, കുറേ പ്ലേയേഴ്സിൽ ഒരാൾ, അപ്പോൾ ഓൾവേസ് സിംഗുലർ. വൺ ഓഫ് ദി പ്ലേയേഴ്സ് ഇൻ ദ ടീം ഇസ് വീക്ക്. മനസ്സിലായില്ലേ? വൺ ഓഫ് ദി വന്നു കഴിഞ്ഞാൽ ഇസ് ആണ്, ഓൾവേസ് ഇസ് ആണ്, അത് ഓർത്തോണം. അപ്പോൾ ഇസ് വീക്ക്. സിമ്പിളാണ്, അത് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത്, സ്കൂൾ വർക്ക്സ് ഓൺ ഓൾ സാറ്റർഡേസ് ഇൻ ജാനുവരി. ഇവിടെയാണ് 2 വരിക കേട്ടോ. ഈ 2 ഇല്ല ക്വസ്റ്റ്യനിൽ, അത് മാറി വന്നതാണ്. ടു ഡാഷ് ദ ലോസ്റ്റ് വർക്കിംഗ് ഡേയ്സ്. അപ്പോൾ ചില ദിവസങ്ങളിൽ എന്താ, ചില മാസങ്ങളിൽ നമ്മളെ സ്കൂളിലൊക്കെ സാറ്റർഡേസ് ക്ലാസ് വെക്കാറുണ്ട്. എന്തിനാ? അത് ഇതുവരെ എന്താ മിസ്സായിപ്പോയ ക്ലാസ്സുകൾക്ക് പരിഹാരമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ടേം, ഒരു നമ്മൾ ഫ്രേസാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് മേക്കപ്പ് ഫോർ എന്നാണ് നമ്മൾ ആ ടേം. ടു മേക്കപ്പ് ഫോർ, അത് പരിഹരിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഈ മേക്കപ്പ് എന്ന് പറയുന്ന വേർഡിന് അർത്ഥം. ഇവിടെ മേക്കപ്പ് വരും, പക്ഷെ മേക്കപ്പിൻ്റെ കൂടെ ഈ ഫോർ എന്ന് പറയുന്ന ടേം ഇല്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് മേക്കപ്പ് വരാതെ മേക്കപ്പ് ഫോർ വരുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ദ സ്കൂൾസ് വർക്ക്ഡ് ഓൺ ഓൾ സാറ്റർഡേസ് ഇൻ ജാനുവരി ടു മേക്കപ്പ് ഫോർ. 2 ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ളതാണ്, നമ്മളായിട്ട് എഴുതിയിട്ടുള്ളതല്ല. ഇവിടെ ഉള്ള 2 ഇവിടേക്ക് മാറ്റുന്നേ ഉള്ളൂ. ടു മേക്കപ്പ് ഫോർ ദി ലോസ്റ്റ് വർക്കിംഗ് ഡേയ്സ്. അവിടെ നോക്കിയേ, ദ ലാംഗ്വേജ് ഫങ്ഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദി സെൻറ്റൻസ് ഹി മസ്റ്റ് ബി 70 years old എസ് എന്താണ്? ഒരു ഹി മസ്റ്റ് ബി 70 years old എന്ന് പറയുന്നത് അബിലിറ്റി ആണോ കാണിക്കുന്നത്? അല്ല. പെർമിഷൻ ആണോ കാണിക്കുന്നത്? അല്ല. അസംഷൻ ആണോ കാണിക്കുന്നത്? അതെ. സജഷൻ ആണോ പറയുന്നത്? അതും അല്ല. അസംഷൻ ആണ്. ഹി മസ്റ്റ് ബി, അയാളൊരു 70 വയസ്സ് ഉണ്ടാവുമായിരിക്കും, അത് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതുകൊണ്ടാണ് ഇവിടെ അസംഷൻ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കിക്കേ, ഡ്യൂറിങ് എ ക്ലാസ് റൂം ആക്ടിവിറ്റി എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക്
what I really liked about your talk by your classmate is an instance of നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ എന്ന് പറയുന്നത് ഒരു സെൽഫ് അസസ്മെൻ്റ് ആണോ? അല്ല. ഒരു ടീച്ചർ അസസ്മെൻ്റ് ആണോ? അല്ല. ഒരു പിയർ അസസ്മെൻ്റ് ആണോ? അതെ. ഒരു സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണോ? അല്ല. എന്താണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്? ഒരു എൻഡ് ഓഫ് ദ ടേം, പരീക്ഷയുടെ ഒരു എൻഡ് ഓഫ് ദ ടേമിൽ നടത്തുന്ന ഒരു അസസ്മെൻ്റ് ആണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് പറയുകയാണ്. അപ്പോൾ ഒരേ കൊളീഗ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ പിയേഴ്സ് എന്ന് പറയുക. ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാർ, അതാണ് പിയർ. അപ്പോൾ ഇവിടെ ഒരു ഫെല്ലോ ക്ലാസ്മേറ്റിനെയാണ് നമ്മൾ പിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പിയർ അസസ്മെൻ്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത് നോക്കിക്കേ, ദ ബേബി വാസ് ഡാഷ് ഹർ ഗ്രാൻഡ് മദർ ആസ് ശാരദ. ദ ബേബി, ഗ്രാൻഡ് മദറിൻ്റെ പേര് ശാരദ എന്നാണ്. അപ്പോൾ ബേബിയെ കണ്ടാൽ ശാരദ ഗ്രാൻഡ് മദറിനെ പോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ ബേബി വാസ് കോൾഡ് അറൗണ്ട്, കണ്ടാൽ അതുപോലെ ഉണ്ടെന്നാണ്. അപ്പോൾ കോൾഡ് അറൗണ്ട് അല്ല, കോൾഡ് അറ്റ് വീണ്ടും അല്ല, കോൾഡ് ആഫ്റ്റർ, കോൾഡ് ഫോറും അല്ല, കോൾഡ് ആഫ്റ്റർ, ഗ്രാൻഡ് മദറിന് ശേഷം. അപ്പോൾ ദ ബേബി വാസ് കോൾഡ് ആഫ്റ്റർ ഹർ ഗ്രാൻഡ് മദർ ശാരദ. അപ്പോൾ ശാരദ എന്ന് പറയുന്ന പേരാണ്, ഗ്രാൻഡ് മദറിൻ്റെ ശാരദ എന്ന് പറയുന്ന പേരാണ് ബേബിക്ക് കൊടുത്തത്. ആഫ്റ്റർ ശാരദ ഷീ വാസ് കോൾഡ് ആസ് ശാരദ. ദിസ് ബേബി വാസ് നെയിംഡ് ആസ് ശാരദ. അപ്പോൾ അതുകൊണ്ടാണ് കോൾഡ് ആഫ്റ്റർ നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അവിടെ നോക്കിക്കേ, ദ ഫിലിം വാസ് ഗ്രേറ്റ്. ഇത് ടാഗ് ക്വസ്റ്റ്യൻ ആണ്, ടാഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, ടാഗ് നെഗറ്റീവ് ആണെങ്കിൽ സെൻറ്റൻസ് പോസിറ്റീവ്. അപ്പോൾ ദ ഫിലിം വാസ് ഗ്രേറ്റ്, അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടെൻസ് മാറരുത്, അതുപോലെ പ്ലൂറൽ സിംഗുലർ ഫോം മാറരുത്. ഫിലിം എന്ന് പറയുന്നത് എന്താ? സിംഗുലർ ആണല്ലോ. അപ്പോൾ ഫിലിം ഓക്കെ. ഇനി വാസ് ഉണ്ട്, അത് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ദ ഫിലിം ഇവിടെ വാസ് തന്നെ മതി, വാസ്. ഇനി നെഗറ്റീവ് ആക്കണം, അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും അബ്രിവേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാസൻറ്റ് ഇറ്റ് ആണ് വരിക. ദ ഫിലിം വാസ് ഗ്രേറ്റ്, വാസൻറ്റ് ഇറ്റ്. പിന്നെ അടുത്തതിന് എക്സാമ്പിളായിട്ട് വേറെ പറയാനാണെങ്കിൽ ഹീ ഈസ് ക്യൂട്ട്, ഇസിൻറ്റ് ഹീ. അപ്പോൾ ഹീ ആയതുകൊണ്ടാണ് ഇസിൻറ്റ് ഹീ എന്ന് ഞാൻ പറഞ്ഞത്. ദേ ആർ ക്യൂട്ട് ആണെങ്കിൽ ആറിൻറ്റ് ദേ, ദേ ആയതുകൊണ്ട് ആറാണ് വരിക, ആറിൻറ്റ് ദേ. ദേ വാസൻറ്റ് ഇറ്റ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹി വാസ് ഓൺ ക്ലൗഡ് 9. ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും എക്സൈറ്റഡ് ആഫ്റ്റർ വിന്നിങ് ദ കോമ്പറ്റീഷൻ. ദ ഇഡിയം മീൻസ് ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ അത്രയും എക്സൈറ്റഡ്. എക്സാം പാസ്സായപ്പോൾ ഞാൻ ക്ലൗഡ് 9-ലായിരുന്നു, ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ? ഒബ്വിയസ്ലി ഇതിന് നമ്മൾ ഈ ക്ലൗഡ് 9 എന്ന് പറയുന്നത് നമുക്ക് കോണ്ടെക്സ്റ്റ് വൈസ് മനസ്സിലാവും, ഹാപ്പി ആയിരിക്കും. കാരണം കോമ്പറ്റീഷൻ ജയിക്കുമ്പോൾ ആരും ഡിസപ്പോയിൻറ്റഡോ റൂഡോ ഇറിറ്റേറ്റഡോ ആവുന്നില്ല. അപ്പോൾ വെരി ഹാപ്പി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ബീങ് വെരി ഹാപ്പി.